തീർച്ചയായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റങ്ങൾക്ക് ആവശ്യം എന്താണ്? ഒന്ന് പണം, അത് തരാൻ കേന്ദ്ര സർക്കാരുണ്ട്. മറ്റൊന്ന് സാങ്കേതിക വിദ്യ. ആ സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രയോഗിച്ച് വിജയിച്ച സാങ്കേതിക വിദഗ്ധരുണ്ട്. ആ വിദ്യ നമുക്ക് സ്വായത്തമാക്കാം. മറ്റൊന്ന് പൊളിറ്റിക്കൽ വിൽ പവർ, ആ രാഷ്ട്രീയ ഇച്ഛാശക്തി BJP നേതൃത്വത്തിനുണ്ട്. ഞങ്ങൾക്ക് നരേന്ദ്രമോദി ഉൾപ്പെടെ BJPയുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ പിന്തുണയ്ക്കുവാനുണ്ട്. പ്രാദേശികമായി രാഷ്ട്രീയ ശക്തി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നല്ല ജനകീയരായ കൗൺസിലർമാർ ഞങ്ങൾക്കുണ്ട്. ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് നല്ലൊരു ലക്ഷ്യത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, പല മേഖലകളിൽ നിന്നും പ്രവർത്തിച്ച് വിജയിച്ചവർ, അവർ റിട്ടയർ ആയവർ. അത് എഞ്ചിനീയർമാരായിക്കോട്ടെ, അഭിഭാഷകരായിക്കോട്ടെ, മുതിർന്നവർ, റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, മറ്റൊന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ വിവിധ മേഖലകളിൽ സർവീസ് ചെയ്യാൻ തയ്യാറാണ്. ഇതൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കാർഡിയാക് സർജറി, ദന്തൽ ട്രീറ്റ്മെൻറ്റ്, ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്. നമുക്ക് നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, തിരുവനന്തപുരത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ആയുർവേദ ഗവേഷണ സ്ഥാപനങ്ങൾ, ആയുർവേദ ആശുപത്രികൾ, SIT, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, പിന്നെ നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന പല സ്വകാര്യ ആശുപത്രികളുണ്ട് തിരുവനന്തപുരത്ത്. ഇവരെയൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി തിരുവനന്തപുരം മാറ്റിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി ആൾക്കാർ കുറഞ്ഞ ചെലവിൽ നല്ല മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ മയോ ക്ലിനിക്കിലേക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്കറിയാം നിരവധി പേർ പോകുന്നുണ്ട്, കേരളത്തിൽ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ മലയാളിയായ ഡോക്ടറാണ് മയോ ക്ലിനിക്കിലെ ഏറ്റവും വലിയ ക്യാൻസർ വിദഗ്ധൻ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള പിള്ള സാറാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ വ്യത്യസ്തമായ ചികിത്സകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബാക്കി, മെഡിക്കൽ ടൂറിസം ഹബ്ബാക്കി മാറ്റിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് പേർ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വരും. സ്വാഭാവികമായിട്ടും അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തികമായ വളർച്ച അത് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, സ്വാഭാവികമായിട്ടും അവർ ബില്ല് പേ ചെയ്യുന്ന ആശുപത്രിയിലാണെങ്കിലും അവർ വരുമ്പോഴേക്കും ടാക്സി ഉപയോഗിക്കും, അവർ വരുമ്പോൾ ഹോട്ടൽ ഉപയോഗിക്കും, മെഡിക്കൽ സ്റ്റോറുകൾ ആവശ്യമാണ്, അവർക്ക് ഡ്രസ്സ് വാങ്ങണം, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥാപനങ്ങളെ ആശ്രയിക്കും. അപ്പോൾ എല്ലാ മേഖലയിലേക്കും ഈ പണം പമ്പ് ചെയ്യും. അതിൻ്റെ ഒരു വിഹിതം പ്രൊഫഷണൽ ടാക്സ് ഇനത്തിലും മറ്റു തരത്തിലും കോർപ്പറേഷനിൽ ലഭിക്കും. അപ്പോൾ ലോകത്തിലെ തന്നെ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി നമുക്ക് തിരുവനന്തപുരത്തെ മാറ്റാനുള്ള സാധ്യത. മറ്റൊന്ന് പിൽഗ്രിം ടൂറിസം. പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിൽ ഒന്നേ ഉള്ളൂ, ആറ്റുകാൽ ക്ഷേത്രം ലോകത്തിൽ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ വെട്ടുകാട് പള്ളിയുണ്ട്, ഭീമാപ്പള്ളിയുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ സെൻറ്ററാക്കി നമ്മൾ തിരുവനന്തപുരത്തെ മാറ്റിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും ലക്ഷക്കണക്കിന് ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തും.